ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറേണ്ടതിന് കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുന്നു. ഇരമ്യാവ് 1:8. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയരെ, ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ആരംഭ ഭാഗം നാം വായിക്കുമ്പോൾ ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കേണ്ടതിന് ഇരമ്യാവിനെ വേർതിരിക്കുകയാണ്. ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ പല ഒഴിവ് കഴിവുകൾ ഇരമ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരത്തുകയാണ്. ആ പറയുന്ന കാര്യങ്ങൾക്ക് ദൈവം ഇരമ്യാവിനോട് ഇടപെടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന വാക്കുകളാണ് 8-ാം വാക്യത്തിനകത്ത് നാം വായിച്ചത്. ഇരമ്യാവിനെ പിന്നെയും തേജോപൂർണമായ പ്രവചന ശുശ്രൂഷയിലേക്ക് ദൈവം നിർബന്ധിക്കുകയാണ്. ആയിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് പേർ ഈ ഭൂമിയുടെ പരപ്പിലുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് മഹാദൈവത്തെ ആരാധിക്കുവാൻ, തിരുവചനമനുസരിക്കേണ്ടതിന്, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ നിലയിൽ സുവിശേഷീകരണത്തിൽ പങ്കാളികളായി തീരേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചറിയുന്ന സകലരും ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കണം, ധാരാളം പരിമിതികളുടെ അതിർവരമ്പുകൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വിളിക്കുന്ന ദൈവം എന്തിനു വേണ്ടിയാണോ നമ്മളെ വിളിക്കുന്നത് അത് ചെയ്തെടുക്കുവാനുള്ള കൃപയും ശക്തിയും അധികാരവും ഒക്കെ ദൈവം നമ്മുടെ മീതെ പകരപ്പെടുവാനിടയായി തീരും. നിങ്ങൾക്കറിയാമോ, 1-ാം അധ്യായം 8-ാം വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ തൻ്റെ മീതെയുള്ള വലിയ കോളിങ്ങിനെ കുറിച്ച് ദൈവം ഇരമ്യാവിനെ ഓർപ്പിക്കുമ്പോൾ 7-ാം അധ്യായവും 6-ാം വാക്യവും 7-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ ഇരമ്യാവ് തൻ്റെ ബലഹീനതകളെ നിരത്തി ദൈവത്തോട് പറയുകയാണ്, ഇതിനൊന്നും എനിക്ക് കഴിവില്ല. അങ്ങനെ പറയുന്ന ഇരമ്യാവിനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്, നീ അവരെ ഭയപ്പെടരുത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ദൈവവൈതലേ, ഈ പ്രഭാതത്തിൽ ഭയപ്പെടുത്തുന്ന, ആത്മീക ജീവിതത്തിൽ മുൻപിലേക്ക് പോകാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, ശുശ്രൂഷയിൽ എഴുന്നേൽക്കുവാൻ വിടത്തില്ലെന്ന് പറയുന്ന ഏതെങ്കിലും ശക്തികൾ മുൻപിലുണ്ടെങ്കിൽ ഈ രാവിലെ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള ആലോചന ഇതാണ്: നിന്റെ നേരെ കയറി വരുന്നത്, നിന്റെ ശുശ്രൂഷകൾക്ക് നേരെ, ജീവിതത്തിന് നേരെ നിൽക്കുന്നത് എത്ര വലിയ ശക്തിയാണെങ്കിലും ഇരമ്യാവിനോട് പറഞ്ഞ അതേ ദൈവാലോചന ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. നീ അവരെ ഭയപ്പെടരുത്. നിശ്ചയമായിട്ടും ദൈവമാണ് നമ്മെ വിളിച്ചതെങ്കിൽ, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും കാണുകയും ചെയ്തു എങ്കിൽ ഈ വലിയ പ്രതിസന്ധികളുടെ മീതെ ജയം തന്ന കൂടെ ഇരുന്ന് നടത്തുവാൻ ദൈവം മതിയായവനത്രേ. അതുകൊണ്ടാണ് ഇരമ്യാവിനോട് ദൈവം പറയുന്നത്, ഇരമ്യാവേ, നീ അവരെ ഭയപ്പെടരുത്. പുറത്തെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഭയം തോന്നത്തക്ക നിലയിൽ ആരൊക്കെയോ ഇരമ്യാവിനെതിരായി ജീവിച്ചിരിപ്പുണ്ട്. അവരിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇരമ്യാവിനെ ബലപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നീ അവരെ ഭയപ്പെടരുത്. ഈ രാവിലെ തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിലിരിക്കുന്ന ദൈവവൈതലേ,
നമ്മോടും പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, പ്രബലമായ ശക്തികൾ ജീവിതത്തിന് നേരെ തല ഉയർത്തി എഴുന്നേറ്റാലും നീ അതിനെ ഭയപ്പെടരുത്. ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവർത്തികൾ അത്ഭുതകരമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരട്ടെ. എന്തുകൊണ്ടാ ദൈവം യിരെമ്യാവിനോട് അങ്ങനെ പറഞ്ഞത്? അടുത്ത വാക്കുകൾക്കകത്ത് കാണാം, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ജീവിതയാത്രയിൽ തുടർന്നുള്ള നാളുകളിൽ നിന്നെ സഹായിക്കാൻ ഞാനൊരു വ്യക്തിയെ ആക്കിത്തരാമെന്നല്ല ദൈവം പറയുന്നത്. അങ്ങനെയൊക്കെ ആലോചന പറഞ്ഞ സന്ദർഭങ്ങൾ ബൈബിളിനകത്തുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് നിന്നെ വിടുവിക്കേണ്ടതിന്. പ്രിയരെ, എത്ര ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന വാക്കാണ്. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ഏത് വലിയ കുരുക്കിനകത്ത് പെട്ടാലും, എത്ര വലിയ കുഴിക്കകത്ത് വീണുപോയാലും, എത്ര വലിയ ചേറ്റിനകത്ത് പതിച്ചു പോയാലും വിടുവിക്കുവാൻ കരുത്തുള്ള ദൈവം. അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാമോ? ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് യിരെമ്യാവിനോട് പറയുകയാ, നിന്നെ വിടുവിക്കേണ്ടതിന്. എത്ര പറഞ്ഞാലും ഈ വാക്കിന്റെ ആഴം വിസ്തരിച്ച് തീരത്തില്ല. കാരണം ഏതൊരു മനുഷ്യനെയും വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. എല്ലാ പ്രതീക്ഷയുമറ്റ് ബെഥെസ്തയിൽ ആട്ടുവാതിൽക്കലുള്ള കുളത്തിന്റെ കരയിൽ കിടക്കുന്നവനെ സൗഖ്യമാക്കിക്കൊണ്ട്, അവനെ വിടുവിച്ചുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കുവാനിടയായി തീർന്നു. പ്രിയരെ, എത്ര പേരെയാണ് രോഗത്തിൽ നിന്ന് യേശു വിടുവിച്ചത്? കടഭാരത്തിൽ നിന്നും, ആത്മഹത്യയിൽ നിന്നും, ആകുല ചിന്തകളിൽ നിന്നും, പരാജയ ഭീതിയിൽ നിന്നും വിടുവിക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ ബലവും അധികാരവുമുള്ള കരങ്ങളിലേക്ക് ഈ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആവർത്തിച്ച വാക്യം പറയുകയാണ്, നിന്നെ വിടുവിക്കേണ്ടതിന്. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്തൊരു വിടുതൽ വേണമെന്ന് കൊതിയോടെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ തിരുവചനം നമുക്ക് മുറുകെ പിടിക്കാം. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആമേൻ. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. കൂടെയിരിക്കുന്ന ദൈവം, കൂടെയിരിക്കുന്ന ദൈവം. എവിടെയാ പ്രിയരെ ഈ ദൈവം നമ്മോട് കൂടെയിരിക്കുന്നത്? ആരാധനാലയങ്ങൾക്കകത്താണോ? ആരാധന ഭയങ്കരമായി വെളിപ്പെടുമ്പോഴാണോ? തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണോ? തീരുമാനത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണോ? ഉറപ്പാണ്, ഈ സ്ഥലങ്ങളിലെല്ലാം ദൈവസാന്നിധ്യത്തിന്റെ അത്യധികമായ വ്യാപാരം നമുക്ക് അനുഭവിക്കുവാനായി കഴിയും. എന്നാൽ ഒറ്റയ്ക്ക് നമ്മൾ ബെഡ്റൂമിലിരിക്കുമ്പോൾ, ആരും നമ്മളെ കേൾക്കാനും ബലപ്പെടുത്തുവാനും ഇല്ലാതിരിക്കുമ്പോൾ, പ്രതിസന്ധികളുടെ നടുവിൽ വട്ടം ചുറ്റുമ്പോൾ, കണ്ണുനീരോടും വേദനയോടും കാര്യങ്ങളെ ജയിക്കുവാൻ കഴിയാതെ ഹൃദയം തകർന്ന് കണ്ണുകൾ നിറഞ്ഞ് ഭാരത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ആമേൻ, കൂടെയിരിക്കുന്ന ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ്. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെയിരിക്കുന്നവൻ, കണ്ണുനീർ താഴ്വരയെ അനുഗ്രഹത്തിന്റെ ജലാശയമാക്കി മാറ്റുവാൻ കരുത്തുള്ള ദൈവം. ആ തിരുവചനം എഴുതിയിരിക്കുകയാണ്, ഈ മഹാദൈവം നമ്മോട് കൂടെ ഇരിക്കുമെന്ന്. യിരെമ്യാവിനെ വിളിച്ച ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം കൂടെയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുന്നേറാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ നല്ല സമയത്തിനായി സ്തോത്രം.
ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ താങ്ങും, അത്ഭുത കരങ്ങളിൽ വഹിക്കുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.